ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്നാക്ക് ഐറ്റം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ചിക്കൻ നമുക്ക് കുക്കായിട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളർ വരും. വൈറ്റിഷ് പിങ്ക് ഇല്ലേ, ആ കളർ വരും കേട്ടോ. ഇത് ചെറുതായിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായാലും ഉപ്പായാലും ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. മക്കൾക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. വൈകുന്നേരം സ്കൂളിലേക്ക് പോയിട്ട് വരുമ്പോൾ അടിപൊളി ഒരു സ്നാക്ക് കേട്ടോ. നല്ല ഇഷ്ടമാവും അവർക്ക് ചിക്കൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ. ഇനി നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. കണ്ട, ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവോള എടുക്കാം കേട്ടോ. മീഡിയം സൈസിലുള്ള സവോള എടുക്കുക. അത് നമുക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് എടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ ഇഷ്ടമാണ് എന്താണ് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടിട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ചിക്കനിന്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങൾ പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട്. സവോളയും നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വരട്ടെ. ഇപ്പോൾ അവർക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് എടുത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് എടുക്കുക കേട്ടോ. നമ്മൾ സവോള ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് എടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് എടുക്കുക. സിമ്പിളിട്ടാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. തന്നെ മിക്സ് ചെയ്യുക. കണ്ടാൽ വലിയ കഷ്ണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കുത്തി എടുക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീറ്റ് മസാല ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ആവശ്യമില്ല കേട്ടോ. ചെറിയ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യില്ലേ, അങ്ങനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ 3 കളർ ഉണ്ടാവില്ലേ ക്യാപ്സിക്കം, അത് ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ, വലുതല്ല. അത് നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. മൂടി വെച്ചിട്ട് ആ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ തുറക്കുക. ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിത് നമുക്ക് കുക്കായിട്ട് വന്നിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫാക്കി വയ്ക്കുക. മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. കണ്ട, ഇങ്ങനെ വേണേ. ഇനി നമുക്ക് ഒരു ബോൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 1 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് എടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പക്ഷെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവേ.
ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇട്ടെടുക്കാം. ഒരു കപ്പ് മൈദമാവിക്ക് 1 കപ്പ് പാൽ കേട്ടോ, പിന്നെ 1 മുട്ട. കറക്റ്റ് പാകമാണ്. ഞാൻ കുറച്ച് പാൽ കൂടി ഒഴിച്ചിട്ട് കണ്ട ഇങ്ങനെ വേണം. നമ്മൾ ദോശയുടെ ബാറ്റർ കേട്ട് കുറച്ച് തിക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് ഒരു കട്ടിയുള്ള പാൻ എടുക്കാം. കട്ടിയുള്ള പാനില്ലെങ്കിൽ അടിയിൽ നമുക്ക് പാൻ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് പാനും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു തവി മാവ് ഒഴിച്ചെടുക്കുക, ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് കട്ടിലാണ് വറുത്തെടുക്കണമെന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക. നല്ല സിമ്പിൾ കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. മക്കളിൻ്റെ ഫേവറേറ്റാണ് ഇവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളത് കേട്ടോ. നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഫില്ലിങ് കുറച്ച് ഞാൻ കൂടുതൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് 2 എണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോസറല്ല ചീസ് ഇട്ടെടുക്കുക. നമ്മുടെ കയ്യിൽ ഏത് ചീസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഇട്ടെടുക്കുക. ഇട്ടെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അടുപ്പിൻ്റെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അതന്നെ ചൂടാക്കിയിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ഇവർക്ക് മാത്രം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു സിമ്പിൾ സ്നാക്ക് കേട്ടോ. കണ്ട ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചീസ് നന്നായിട്ടുണ്ടാവില്ലേ, അതാണ്. ഇത്രയല്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.